അവൾക്ക് ഒടുക്കത്തെ ബലോവേദാ. ഒരു 3-4 പേരൊക്കെ ഒറ്റയ്ക്ക് നിന്നേനെ അവക്ക് തല്ലാൻ പറ്റും. നാണം കെട്ടപ്പോ ആര് നാണം കെട്ടു? ഞാൻ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാ അങ്ങോട്ട് ചെന്നത്. കിട്ടിയില്ല. പോലീസ് സഹായിക്കുമെന്ന് കരുതി, അത് നടന്നില്ല. എനിക്കിനി ഈ വീട്ടിലുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കാൻ പറ്റും? ആ, ഇനിയിപ്പോ നോക്കിയല്ലേ പറ്റൂ. അതെങ്ങനെയാണെന്നാ ചോദിച്ചത്. എല്ലാരും എന്നെ കാണുമ്പോ ചിരിക്കാൻ തുടങ്ങും. മല മറിക്കൊന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി എനിക്ക് ഒരു ചെറിയ കുന്നുപോലും മറിക്കാൻ പറ്റിയില്ല. വാശി കൊണ്ടും ബലം കൊണ്ടും അവള് ജയിക്കാൻ പറ്റുന്ന വിചാരിക്കേ വേണ്ട. അത് രണ്ടും നമ്മളെക്കാളും കൂടുതൽ അവൾക്കാ. അതായത് അവൾക്കില്ലാത്ത സാധനം കൊണ്ട് വേണം ജയിക്കാനെന്ന് ചുരുക്കം. അതെ, നമുക്കുള്ളതും അവൾക്കില്ലാത്തതും എന്താ? ബുദ്ധി അല്ലേ? ബുദ്ധി കൊണ്ട് കളിക്കണമെന്നാണോ നീ പറയുന്നത്? അതാണ് നല്ലത്. ഉദാഹരണം? അതൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. ഗിരിയെ കെട്ടാൻ വേദൊരു തന്ത്രം ഒപ്പിച്ചില്ലേ? ഏതാണ്ട് അതുപോലത്തെ തന്ത്രങ്ങള് ഇനിയും പ്രയോഗിക്കണം. എന്നാലേ അവള് വീഴൂ. അല്ലാതെ വൈരാഗ്യം കൊണ്ട് ചെന്നാ അവള് നമ്മുടെ കഴുത്തിന്റെ മെഷർമെന്റ് എടുക്കത്തേ ഉള്ളൂ. അതെ, ഉടനെ ഒരു തീരുമാനം ഒന്നും എടുക്കണ്ട. നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുത്താ മതി. ആലോചിക്കാനൊന്നുമില്ല. നീ പറഞ്ഞതാ ശരി. ബുദ്ധി കൊണ്ടാ ഇനി കളിക്കേണ്ടത്. നീ കണ്ടോ ഗൗരി, അവളുടെ കഷ്ടകാലം ഇനി തുടങ്ങാൻ പോവാ. അപ്പോ ഞാൻ പറഞ്ഞാലും അനുസരിക്കും. നീ പറഞ്ഞാലേ അനുസരിക്കൂ. ഇന്നലെ ഉറങ്ങുമ്പോ നീ പറഞ്ഞത് മുഴുവൻ ഞാൻ ശരിക്കും ആലോചിച്ചു. ഈ പടം പോയെന്ന് കരുതി അത്രയ്ക്ക് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതല്ലെങ്കിൽ വേറൊന്നും വരും. അപ്പം നമ്മൾ തയ്യാറായിട്ട് നിൽക്കണം. ഏട്ടന് ഭയങ്കര നിരാശ ഉണ്ടായിരുന്നു. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ മനസ്സ് പറയുന്നത് എന്താണെന്നറിയോ? ഏട്ടന് അധികം വൈകാതെ തന്നെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടൂന്ന്. പ്രവചനാണോ? എന്താ പ്രവചിച്ചാല്? ഞാനേ പ്രശസ്ത ജ്യോത്സ്യൻ നാരായൺജിയുടെ കൊച്ചുമോളാ. മുത്തശ്ശന്റെ ഗുണം എന്നിലും ഉണ്ടാവാതിരിക്കോ? നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല, അത് നടന്നിരിക്കും. ബോഡിയൊക്കെ നല്ല ഫിറ്റായി വച്ചേക്ക്. പിന്നെ നടക്കാൻ പോകുമ്പോ വേണമെങ്കിൽ എനിക്കും കൂടി വരായിരുന്നു, അല്ലേ ഏട്ടാ? ആ, താൻ വന്നോ? നമുക്കിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കാം. കൂടെ ഒരാളുണ്ടെങ്കിൽ നടക്കാനൊരു രസമുണ്ടാവും. ഞാനില്ല. നടന്നാലൊന്നും എന്റെ ഈ തടി കുറയാൻ പോകുന്നില്ല. അതൊന്നും പറയാൻ പറ്റില്ല. തടി കുറയ്ക്കാൻ പല വഴികളുമുണ്ട്. അതിലൊരു വഴിയാണ് ഈ വ്യായാമം. പക്ഷേ നിനക്ക് വ്യായാമത്തിന്റെ ആവശ്യമൊന്നുമില്ല. നീ ഇവിടുത്തെ വീട്ടുജോലികൾ ചെയ്യാറില്ലേ? അതും ഒരു അധ്വാനല്ലേ? നിനക്കത് മതി. അത് ശരിയാ, എനിക്കത് മതി. ആ, പിന്നെ വരുമ്പോ കഴിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണോ? ഏയ്, ഒന്നും വേണ്ട. എല്ലാം പതിവ് പോലെ. ഗിരിയെ വേണമെങ്കിൽ വിളിക്കായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, അവൻ കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ പോയിട്ട് വരാം. ഗുഡ് മോർണിംഗ്. വീട്ടിലിരുന്നിരുന്ന് ബോറടിച്ചോ? നീൽ എല്ലാ ദിവസവും വരാറുണ്ടോ ജോഗിങ്ങിന്? എന്തിനാ അറിയുന്നത്? അല്ല, വരുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാലോ എന്ന് വിചാരിച്ചിട്ടാ. എന്റെ കൂടെയോ? അതെ, നീലിന്റെ കൂടെ അല്ലാതെ പിന്നെ വഴി കൂടെ പോകുന്നവരുടെ കൂടെ ജോഗ് ചെയ്യാൻ പറ്റുമോ? പുതിയ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്ത് പ്ലാൻ? സത്യം പറയാലോ,
നീലിനെ ഇങ്ങനെ തനിച്ച് സംസാരിക്കാൻ കിട്ടുന്നത് മഹാഭാഗ്യമായിട്ടാ ഞാൻ കാണുന്നത്. എന്നെ മനസ്സിലാവുന്ന, എനിക്ക് മനസ്സിലാവുന്ന ഒരാളാ നീൽ. ആ ആളോട് മനസ്സ് തുറക്കുമ്പോ എന്തൊരു സമാധാനമാണെന്നറിയോ? വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനിൽ എനിക്ക് ആ വീട്ടില്. ഗിരിയുമായിട്ട് ഒരു തരത്തിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആകെയുള്ള ആശ്വാസം ഗൗരിയാ. പക്ഷേ അതുമാത്രം പോരല്ലോ. നിന്റെ കയ്യിലിരിപ്പിന്റെയാ നീ അനുഭവിക്കുന്ന മുഴുവൻ. പഴയതെല്ലാം മറന്ന് ഗിരിയുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ നോക്ക്. നിനക്ക് ആ വീടൊരു സ്വർഗമായിട്ട് തോന്നും. നിനക്ക് എല്ലാവരും ശത്രുക്കളാ. ആ ചിന്ത നീ മാറ്റണം. നീ അങ്ങോട്ട് സ്നേഹിച്ച എല്ലാവരും നിന്നെയും സ്നേഹിക്കും. എന്നെ ആരും സ്നേഹിക്കണ്ട. എന്നെ നീല് മാത്രം സ്നേഹിച്ചാ മതി. എന്താ നീ പറഞ്ഞത്? ഗിരിയുടെ ഭാര്യയാണ് നീ, അത് നീ മറക്കരുത്. മനഃപൂർവ്വം അല്ല നീൽ. എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ പറ്റുള്ളൂ. എന്റെ മനസ്സിൽ നിന്ന് നീലിനെ മാറ്റാൻ എന്തുമാത്രം ശ്രമിച്ചു എന്നറിയോ ഞാൻ? കഴിയണ്ടേ? ഞാൻ എന്ത് ചെയ്യാനാ? നീ സ്വയം നിയന്ത്രിക്കണം. കഴിഞ്ഞതെല്ലാം മറക്കണം. തെറ്റ് ചിന്തിക്കാൻ തുടങ്ങുമ്പോ നീ നിന്റെ മനസ്സിനെ ശാസിക്കണം. നിനക്ക് പറ്റും. അതല്ലാതെ നീ നേരത്തെ പറഞ്ഞതുപോലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാ അത് പാടില്ല. അത് ശരിയല്ല. ശരിയും തെറ്റുമൊക്കെ ആരാ തീരുമാനിക്കുന്നേ? നമ്മളല്ലേ? നീൽ എന്റെ കാമുകനായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആണ്. എനിക്കങ്ങനെയല്ല. ഗിരിയുടെ ഭാര്യയായിട്ടല്ലാതെ മറ്റൊരു കണ്ണിലൂടെ നിന്നെ കാണാൻ എനിക്ക് പറ്റില്ല. അത് നോണ. നീലൊന്ന് ശ്രമിച്ചു നോക്കിയേ. എന്നെ പഴയ വേദയായിട്ട് തന്നെ കാണാൻ പറ്റും. ഇത് പൊതുവഴിയാ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്ക് നീലിനെ മറക്കാൻ പറ്റില്ല. മറക്കണം. അല്ലെങ്കിൽ തകരാൻ പോകുന്നത് ഗിരിയുടെയും നിന്റെയും ജീവിതമായിരിക്കും. എന്റെ ജീവിതം ഇതിൽ കൂടുതൽ എന്ത് തകരാൻ? എനിക്ക് നീലില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കടന്ന് പോടി. നിനക്ക് ഭ്രാന്താ. ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നാലുണ്ടല്ലോ. എന്റെ സങ്കടം പിന്നെ ഞാൻ ആരോട് പറയും? അതിനാണ് ഗിരി. അവനോട് പറ. എന്നെ ശല്യപ്പെടുത്താതിരിക്കെ. ആ ഇതെവിടെ പോരുന്നു? രാവിലെ ഒന്ന് നടക്കാൻ പോയതാ. ആ ഹോ, കമ്പനി കൊടുക്കണമെന്ന് ഒരേ നിർബന്ധം. ഏ ഞാൻ എതിർപ്പൊന്നും പറയാൻ പോയില്ല. ആരുടെ കാര്യം വേദ പറയുന്നേ? നീലിന്റെ. ഓ പണ്ട് വൈകുന്നേരങ്ങളില് ഒരുമിച്ചൊരു നടത്തം പതിവായിരുന്നു. ഇവിടെ ഇപ്പോ അതിനുള്ള അവസരം കിട്ടുന്നില്ലല്ലോ. അതാ രാവിലെ ആക്കിയത്. വേദ, സ്വാതി കേൾക്കും. അവള് കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ പറയുന്നത്. ഓ അങ്ങനെ. എന്നിട്ട് നീൽ എന്തൊക്കെ പറഞ്ഞു? പണ്ട് എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെ. ഞാൻ കരുതിയത് ഗിരിയെ കെട്ടിയത് കൊണ്ട് നീലിന് എന്നോട് ദേഷ്യമായിരിക്കുന്നല്ലേ. എവിടെ ദേഷ്യം പോയിട്ട് ഒരു പൊടിക്ക് നീരസം പോലും ഇല്ല. യോഗം ഇല്ലാത്തോണ്ടാ നമുക്കൊന്നിക്കാൻ പറ്റാതിരുന്നെന്നും പറഞ്ഞ് കയ്യില് കയറി നീലൊരു പിടുത്തം പിടിച്ചു. എന്റെ ഗൗരി, ഞാനിങ്ങനെ മുകളിലേക്ക് പൊങ്ങി പോന്ന പോലെ തോന്നി. ഒരപ്പൂപ്പൻ തടി പോലെ. നീല് കയ്യില് കയറി പിടിച്ചെന്നോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. നീലൊരു മാന്യനാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മാന്യൻ. പണ്ട് പ്രേമിച്ചോണ്ട് നടന്നിരുന്നപ്പോ അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? നിങ്ങള് വിചാരിക്കുന്ന പോലെ അത്ര നല്ലവനൊന്നും അല്ല നീല്. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാ മതി. കയ്യില് മാത്രം കയറി പിടിച്ചോളോ അതോ വേറെന്തെങ്കിലും ചെയ്തോ? വേറെ പലതും ചെയ്തു. അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? വെറുതെ ഒരു രസം. എന്റെ ഭർത്താവിനെ കുറിച്ചാണല്ലോ അപവാദം പറയുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. ഇങ്ങനെയായിരിക്കും കയ്യിൽ പിടിച്ചതല്ലേ? അല്ല, എന്നാ ഇങ്ങനെയായിരിക്കും. ആണോ? എന്നിട്ടിങ്ങനെ പിടിച്ച് കൊറേ നേരം നിന്ന് കാണും. പഴയ കാമുകിയല്ലേ, പെട്ടെന്ന് കൈവിടാൻ പറ്റുമോ? എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തിരിച്ച്
നല്ലവരെ കുറിച്ച് അപവാദം പറഞ്ഞോണ്ടല്ലോ നിന്റെ നാവ് ഞാൻ പിഴുതു കളയും, കേട്ടോടി. നിന്നോടും കൂടിയാ ഞാൻ പറയുന്നത്. ഞാനെന്ത് പറഞ്ഞു? പറയരുത്. തരയരുത്. വേദനിച്ചോ വേദ? ഇല്ല. പിന്നെന്തിനാ അയ്യോന്ന് പറഞ്ഞ ഒച്ച വെച്ചത്? അത് ചുമ്മാ അവളെ പേടിപ്പിക്കാൻ. പേടിച്ചത് ഞാനാ. അതെ, ഇനി ഇതൊന്നും വേണ്ട. അവളിതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അവളോ വിശ്വസിക്കില്ലെന്നോ? അതൊക്കെ നിന്റെ വെറും തോന്നലാ. എടീ, പെണ്ണാണ് അവളെങ്കിൽ വിശ്വസിക്കും. പുറമേക്ക് ചിലപ്പോ ഇല്ലെന്നൊക്കെ ഭാവിക്കുമായിരിക്കും. എന്നാലും ഉള്ളിന്റെ ഉള്ളില് ഞാനിട്ട വിഷം വർക്ക് ചെയ്ത് തുടങ്ങി കാണും. സംശയം ഒരു രോഗമാ. അത് പെട്ടെന്ന് വളർന്ന് പടർന്ന് പന്തലിക്കും, അർബുദം പോലെ. സ്വാതി, ഇന്നത്തെ ജോഗിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വേദല്ലേ? അതെ. ജീവിതത്തിൽ ഇന്ന് വരെ മേലണങ്ങി ഒരു പണിയും ചെയ്യാത്തവളാ ജോഗിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. അത് എന്തിനു വേണ്ടിയാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഞാനുമായിട്ട് അടുക്കാൻ, അല്ലെങ്കിൽ ഞാനുമായിട്ട് അടുപ്പുണ്ടെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ. അതെനിക്ക് മനസ്സിലായി ഏട്ടാ. മനസ്സിലായാൽ മാത്രം പോരാ, അതിനനുസരിച്ച് പെരുമാറാനും പറ്റണം. അവളുടെ ലക്ഷ്യം ഞാനാ. എന്നെ തകർക്കാൻ അവൾ പല വഴികളും നോക്കും. അതിന്റെ തുടക്കമാണ് ജോഗിങ്. ഞാൻ ശ്രദ്ധിച്ചോളാം. നാളെ അവള് ജോഗിംഗ് എന്നും പറഞ്ഞിറങ്ങിയാ ഞാൻ പിടിച്ചോളാം. മതി, നീ പുറകെ ഉണ്ടെന്ന് കണ്ട അവൾ നിർത്തിക്കോളും. അവളെ ഗിരിയുടെ ഭാര്യയായി കൊണ്ടുവന്നത് അബദ്ധമായെന്ന് തോന്നുന്നുണ്ടോ ഏട്ടന്? എനിക്കാ തോന്നല് പണ്ടേ ഉള്ളതാ. പക്ഷെ എന്ത് ചെയ്യാനാ? അവസ്ഥ എന്തായിരുന്നു എന്ന് നിനക്കും അറിയാലോ. ഗൗരിയെ എല്ലാത്തിനും കൂട്ട്. സ്വന്തം അനിയനാണ് ഗിരി എന്ന് പോലും അവള് മറന്നു. അവൾക്കൊന്നൊരു ക്യാരക്ടറില്ല. വേദയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അവൾക്കാണെങ്കിൽ ഒരു പ്രയോജനവുമില്ല. എന്നിട്ട് നിൽക്കണ കണ്ടില്ലേ? രണ്ടുപേരുടെയും പൊതുശത്രു ഞാനാ. എനിക്കെതിരെ നീക്കങ്ങൾ മുഴുവൻ. ഞാനിവിടെ ഉള്ളപ്പോ അവരുടെ ഒരു നീക്കവും വിജയിക്കാൻ പോകുന്നില്ല. അതോർത്ത് താൻ പേടിക്കണ്ട. പേടിയോ? എനിക്കോ? എനിക്ക് പേടിയൊന്നുമില്ല. ഒട്ടും? ഒട്ടും. എന്നെയും പേടിയില്ലേ? ഏട്ടനെ പേടിയാ, ദൈവത്തെ പേടിയാ, പിന്നെ നല്ലവരായ മുതിർന്നവരെ മുഴുവൻ പേടിയാ. എന്നാലേ പോയി നല്ലൊരു ചായ എടുത്തുണ്ടോ? ബാക്കി ചായ കുടിച്ചോണ്ടിരുന്ന് സംസാരിക്കാം. സംസാരിക്കാനൊന്നും നേരമില്ല. അടുക്കളയിൽ പണി കിടക്കുവാ. ഇതാ നിന്റെ കുഴപ്പം. ഞാൻ സംസാരിക്കാനുള്ള മൂഡിൽ വരുമ്പോ തനിക്ക് പല എൻഗേജ്മെന്റ്സ് ഉണ്ടാവും. അടുക്കള പണിയൊന്നും തൽക്കാലം ചെയ്യണ്ട. അമ്മ ചോദിച്ചാ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി. എന്നാ ഇരിക്കെ, ഞാൻ ചായയായിട്ട് ഉടനെ വരാം. സംസാരിക്കാനുള്ള മൂഡ് ഏതായാലും കളയണ്ട. ഡ്രസ്സിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും ഇല്ലല്ലോ. അക്കാര്യത്തില് നീലിനെ കണ്ടുപഠിക്കണം. അതാണ് ഡ്രസ് സെൻസ്. കൊറേ കാലം എന്റെ കൂടെ നടന്നതിന്റെയാ. കഷ്ടം. എന്താ അങ്ങനെ പറഞ്ഞത്? ഞങ്ങള് പരിചയപ്പെടുമ്പോ നീലു ഒരു കൺട്രി ആയിരുന്നു, ഗിരിയെ പോലെ. പിന്നെ ഞാനാ ഇന്ന് ഈ കാണുന്ന നീലിനെ ഉണ്ടാക്കിയെടുത്തത്. നീലിന്റെ അമ്മയാണ് നീ എന്ന് പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. കളിയാക്കണ്ട. ഒരു പുരുഷനെ ഉണ്ടാക്കുന്നത് പലപ്പോഴും ഒരു സ്ത്രീയാണ്. കേട്ടിട്ടില്ലേ? വിജയിച്ച എല്ലാ പുരുഷന്മാരുടെയും പിന്നില് ഒരു സ്ത്രീ ഉണ്ടാവുന്നു. സ്ത്രീ കാരണം നശിച്ച പുരുഷന്മാരെയും എനിക്കറിയാം. അതുണ്ടാവും. വിവരദോഷിയാണോ അവൻ നശിച്ചിരിക്കും. അതിന് സ്ത്രീ തന്നെ വേണമെന്നില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. വേണ്ടത് നീലിനാണ്. നീലിനോ? എന്ത്?
പോയി ചോദിക്ക്. എന്റെ ബലമായ സംശയം നീലിന്റെ ഉള്ളില് ഇപ്പോഴും ഞാനുണ്ടെന്നാ. അത് പിന്നെ ഇല്ലാതിരിക്കോ? ദുരന്തം എപ്പോഴും എല്ലാവരും ഓർത്തിരിക്കുമല്ലോ. എന്നാൽ അങ്ങനെ ഒരു ഓർമ്മയല്ല നീലിന്. ഇന്ന് ഞങ്ങൾ നടക്കാൻ പോയിരുന്നു. കുറേ ദൂരം സംസാരിച്ചോണ്ട് നടന്നു. അപ്പോ നീല് പതുക്കെ മനസ്സ് തുറന്നു. ഞാൻ ഞെട്ടിപ്പോയി. ആ മനസ്സിനകത്ത് ഇപ്പോഴും ഞാൻ തന്നെയാ. ഓ, ഭയങ്കരമാണല്ലോ. ഈ നീലിനെ സമ്മതിക്കണം. ഇത്രയും ധൈര്യമുണ്ടോ അവന്? എന്നെ ഓർത്തോണ്ട് നടക്കുന്നതിന് എന്തിനാ ധൈര്യം? നീ ഒരു പിശാചല്ലേ. ദുഷ്ടശക്തികളെ മനസ്സിൽ ആവാഹിക്കാൻ ധൈര്യം വേണ്ടേ? നിങ്ങൾ കളിയാക്കിക്കോ. നീലിന്റെ ലൈൻ വേറെയാ. എടി, നടക്കാൻ പോയതും കണ്ടതും സംസാരിച്ചതും ഒക്കെ ഞാൻ അറിഞ്ഞു. അടുപ്പവും പറഞ്ഞോണ്ട് ചെന്ന് നിന്നെ നീല് തല്ലിയില്ലെന്നേ ഉള്ളൂ. എന്നിട്ടും മനസ്സ് മുഴുവൻ നീയാണത്രേ. നിന്റെ ഈ പുറപ്പാട് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതൊന്നും ഈ എന്റെ അടുത്ത് ചെലവാകില്ല. അതൊക്കെ നീ വേറെ ആരോടെങ്കിലും ചെന്ന് പറയും. ഞാൻ പറയുന്നത് നുണയാണെന്നാണോ ഗിരി പറയുന്നത്? നീ പറയുന്നതല്ല, നീ തന്നെ ഒരു നുണയാണ്. നിന്നെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതാ നേരിട്ട് തന്നെ വന്നത്. ആ കള്ളനില്ലേ അന്ന് ആ സ്വർണം കൊണ്ടുപോയത്, അവനെ പിടിച്ചിട്ടുണ്ട്. ആഹാ, എന്നിട്ട് ആദ്യം അവനൊന്നും സമ്മതിച്ചില്ല. പിന്നെ പോലീസ് മറയെ ചോദിച്ചപ്പോ തത്ത പറയുന്ന പോലെ പറഞ്ഞു. ഡോ, അവൻ വിളിച്ചോണ്ടോ. ശരി സർ. ഇവനാണ് ബാഗ് തട്ടിയെടുത്തത്. ആ സാർ, എന്റെ സ്വർണം അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവൻ കാണിച്ച ഒരു അതിബുദ്ധി അതിന് കാരണം. സ്വർണം മോഷണം പോയ സ്ഥിതിക്ക് അന്വേഷണം വരുമെന്നറിയാവുന്ന ഇവൻ അത് ഒളിപ്പിച്ചു വെച്ചു. എല്ലാം ആരത്തണുത്തതിന് ശേഷം അത് പുറത്തെടുക്കാന്ന് കരുതിയാ ഇവൻ അങ്ങനെ ചെയ്തത്. ഇവന്റെ വീടിന്റെ മച്ചിന്റെ മുകളിൽ നിന്ന് തൊണ്ടി മുതൽ മുഴുവൻ കണ്ടെടുത്തിട്ടുണ്ട്. കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. സ്റ്റേഷൻ വരെ വന്നാൽ സ്വർണം തിരിച്ചു തരാം. ഓക്കെ സാർ, വലിയ ഉപകാരം സാർ. നിനക്കൊക്കെ വേറെ പണിയെടുത്ത് ജീവിച്ചുവിടാ. അതെങ്ങനെയാ? എങ്ങനെയെങ്കിലും വേഗം പണക്കാരനാവാനല്ലേ മോഹം. അതൊടുക്കം അപകടമായി മാറുകയും ചെയ്യും. ഇവനെ പിടിച്ച് വണ്ടി കയറ്റും. നടക്കടാ. ഓക്കെ, ആ, താങ്ക് യു സാർ. ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വേണ്ടത്. തിരിച്ചു കിട്ടിയല്ലോ. വിവരം വേദ ഒന്ന് വിളിച്ച് പറയണ്ടേ? എന്താ ആലോചിക്കുന്നേ? വിവരം അറിയുമ്പോ അവൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം. വരട്ടെ. തൽക്കാലം ഈ വിവരം ഇപ്പൊ അവൾ അറിയണ്ട. അറിയാതെ പിന്നെ? അതൊക്കെ ഉണ്ട്. അവൾ ഈ വിവരം അറിയുന്നതിന് മുമ്പ് അറിയേണ്ട ഒരാളുണ്ട്. അതാരാ? അതെല്ലാം ഞാൻ വന്നിട്ട് പറയാം. വീട്ടിലേക്ക് വരണമെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ തോന്നി പുറത്തു വെച്ച് കാണാമെന്ന്. വേദയുടെ കയ്യിൽ നിന്ന് പോയ സ്വർണ്ണമില്ലേ, അത് തിരിച്ചു കിട്ടി. അത് ഗിരിയെ ഏൽപ്പിക്കാനാ ഞാൻ വിളിച്ചത്. അതൊന്നും എന്റെ കൈ തരണ്ട. വേദയുടെ സ്വർണ്ണമല്ലേ, വേദയെ തന്നെ ഏൽപ്പിച്ചാ മതി. അത് മതിയായിരുന്നു. പക്ഷേ എനിക്കൊരു പേടി. അവൾ വീണ്ടും എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന്. അവളുടെ വാശി അറിയാലോ. ഗിരി ഇത് വാങ്ങണം. വാങ്ങിയാലേ എനിക്കൊരു സമാധാനം കിട്ടും. എന്താ ആലോചിക്കുന്നത്? വേദയ്ക്ക് കൊടുത്തതാണെങ്കിലും ഇത് ഗിരിക്കും കൂടി അവകാശപ്പെട്ടതാ. ഇത് തമാശക്ക് പറഞ്ഞാണോ അതോ കാര്യമായിട്ട് തന്നെ പറഞ്ഞാണോ? കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഈ സ്വർണം ഗിരിക്കും കൂടി അവകാശപ്പെട്ടതാ. അപ്പൊ എനിക്കിത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചെയ്യാം. ഞങ്ങൾ ആരും ചോദിക്കാൻ വരില്ല. ശരി, തന്നോളൂ. ആ, പിടിക്ക്. നാളെ ഇതിനെ ചൊല്ലിയൊരു ചോദ്യവും പറച്ചിലുണ്ടാവാൻ പാടില്ല. ഒരിക്കലുമില്ല. ഞങ്ങൾ അത്തരക്കാരല്ല. എന്നാ ശരി, ആ, കാണാം. ശരി.
നീലിനെ നിങ്ങൾ പടത്തിൽ നിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ആരാണ് നീലിനെ കുറിച്ച് അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞതെന്നും അറിയാം. ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നീല് നന്നായി കാണണം എന്ന ആഗ്രഹമുള്ള ആരുമല്ല നിങ്ങളെ കാണാൻ വന്നത്. നീൽ ഒരു കാരണവശാലും നായകനാകരുതെന്ന് ആ വ്യക്തിക്ക് നല്ല നിർബന്ധമുണ്ട്. മനഃപൂർവ്വമല്ല ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അറിയാലോ, സിനിമ ഒരുപാട് കാശ് മുടക്കുള്ള ഒരു കലയാണെന്ന്. വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി പണം മുടക്കുക എന്ന് പറഞ്ഞാൽ അതെന്തുമാത്രം റിസ്ക് ആണെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. നിങ്ങളുടെ പ്രയാസം എനിക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോ വന്നത് മറ്റൊരു കാര്യം സംസാരിക്കാനാ. നീലിനു പകരം പുതിയ നടനെ നിങ്ങൾ ഫിക്സ് ചെയ്തോ? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് വീണ്ടും നീലിനെ തന്നെ ആലോചിച്ചുകൂടാ? വെറുതെ വേണ്ട. അതിന് നിങ്ങൾക്ക് തക്കതായ ഒരു കോൺട്രിബ്യൂഷൻ തരാൻ ഞാൻ തയ്യാറാ. കോൺട്രിബ്യൂഷനോ? അതെ, ഈ സിനിമയിൽ ഞാനും ഒരു തുക മുടക്കി പാർട്ട്ണറാവും എന്ന് കരുതി നിർമ്മാതാവിന്റെ സ്ഥാനത്ത് എന്റെ പേരൊന്നും വേണമെന്നില്ല. അതൊക്കെ നിങ്ങളുടെ പേര് തന്നെ മതി. നീലിനെ വെച്ച് പടം പിടിച്ച അത് ഇടയ്ക്ക് വെച്ച് മുടങ്ങുന്നാണല്ലോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. അത് അങ്ങനെയല്ലെന്ന് വിശ്വസിപ്പിക്കാനാ പണം മുടക്കാന്ന് ഞാൻ പറഞ്ഞത്.